ത്രിവേണി സംഗമത്തിലെ വെള്ളം കുടിക്കാൻ സാധിക്കുമെന്ന് വീമ്പ് പറഞ്ഞ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കിട്ടിയത് മുട്ടൻ പണിയാണ്. മനുഷ്യവിസർജ്യമടക്കം മാലിന്യം നിറഞ്ഞ കുംഭമേളയിലെ ജലത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പ് നൽകുമ്പോൾ കെടുകാര്യസ്ഥത മറച്ചുപിടിക്കാൻ ബി.ജെ.പി. നേതാക്കൾ കൂട്ടുപിടിക്കുന്നത് മതവികാരത്തെ തന്നെയാണ്. മതവികാര വ്രണപ്പെടുത്തൽ പ്രസ്താവനകൾ വലിയ പരിഹാസത്തിന് ഇടയാക്കുമ്പോൾ പക്ഷെ അത് ബി.ജെ.പിക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് വാസ്തവം. ത്രിവേണി സംഗമത്തിലെ ജലം ഇപ്പോഴും ശുദ്ധമാണെന്നും കുടിക്കാനാകുമെന്നുമുള്ള പരാമർശം വ്യാപക വിമർശനത്തിന് ഇടയാക്കുമ്പോൾ യോഗി പക്ഷേ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ത്രിവേണി സംഗമത്തിലെ വെള്ളം പുണ്യസ്നാനത്തിന് മാത്രമല്ല കുടിക്കാൻ പോലും കഴിയുന്നതാണെന്ന് യോഗി ആദിത്യനാഥ് പറയുന്നത്. അതേസമയം വിഷയം ഏറ്റുപിടിച്ച സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് യോഗിയെ വെല്ലുവിളിച്ച രംഗത്ത് വന്നതോടെ വിഷയം കത്തി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി യോഗിക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ത്രിവേണി സംഗമത്തിലെ വെള്ളം കുടിക്കാനാണ് ബി.ജെ.പി. നേതാക്കളെ സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വെല്ലുവിളിക്കുന്നത്. എസ്.പി. നേതാവ് ഭരണകക്ഷി എം.എൽ.എമാരോടും മുഖ്യമന്ത്രിയോടും വെല്ലുവിളി നടത്തിയെങ്കിലും വെള്ളം കൊണ്ടുപോകാൻ തയ്യാറായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഇതോടെ പണി പാളി എന്ന് മനസ്സിലാക്കിയ ബി.ജെ.പി. നേതൃത്വം വിഷയമൊന്ന് മാറ്റിവിടാൻ ശ്രമിച്ചുവെങ്കിലും അത് ഏറ്റില്ല. പ്രയാഗ്രാജിലെ വെള്ളത്തിൽ കോളിഫോമിന്റെ അളവ് ഉയർന്നതായിട്ട് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചതോടെ ബി.ജെ.പിക്കാർ ആകെ വെട്ടിലുമായി. പ്രതിരോധത്തിലായ യു.പി. സർക്കാരും കേന്ദ്ര ബി.ജെ.പി. നേതാക്കളും പുണ്യസ്നാനമാണ് 56 കോടി ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യലാണ് എന്നെല്ലാം പറഞ്ഞാണ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. മലിനജലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ കുറിച്ചൊന്നും പറയാതെ കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും കുംഭമേളയിലെ ത്രിവേണി സംഗമത്തിലെ വെള്ളം കൊള്ളാമെന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥും ടീമിനും സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ധൈര്യമുണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വെല്ലുവിളി കേട്ടില്ല എന്ന് നടിക്കുകയെ തരമുള്ളൂ എന്നും കാണാം. അഖിലേഷ് യാദവിന്റെ ചോദ്യവും ഒരു ടാങ്ക് വെള്ളം വീട്ടിൽ കൊണ്ടുപോയി കുടിക്കാനും പാചകം ചെയ്യാനുമുള്ള വെല്ലുവിളി ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. നേരത്തെ ആസൂത്രണ പിഴവ് ചൂണ്ടിക്കാട്ടി മൃത്യുകുംഭ് എന്ന കുംഭമേളയെ വിളിച്ച മമതാ ബാനർജിയെ വിശ്വാസികളോട് കളിയാക്കരുത് എന്ന് പറഞ്ഞാണ് യോഗി ആദിത്യനാഥ് വിരട്ടാൻ നോക്കിയത്. കുംഭമേളയിൽ മുങ്ങിയ 56 കോടി ജനങ്ങളുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത് എന്നായിരുന്നു യു.പി. മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മമതയെ മതവികാരം ഉണർത്തി ആക്രമിക്കാൻ നോക്കിയ യോഗിക്ക് തിരിച്ചടിയായി ജ്യോതിഷ് പീഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ മമതയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നതോടെ ആ വിരട്ടലും അസ്ഥാനത്തായി. ഹിന്ദു മതമേലധ്യക്ഷന്മാർ വരെ ആസൂത്രണ പിഴവ് ചോദ്യം ചെയ്തതോടെ ബി.ജെ.പിയുടെ സ്ഥിരം മതനിന്ന അടവ് ചീറ്റിപ്പോയി എന്നും കാണാൻ സാധിക്കും. ആളുകൾ മരിച്ചപ്പോഴും മറച്ചു പിടിക്കാൻ ശ്രമിച്ചത് കൊടും കുറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്രയും അധികം ആളുകൾ വരുമെന്നും സ്ഥലപരിമിതി ഉണ്ടാകുമെന്നും അത് പരിഹരിക്കാൻ വേണ്ടി ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അതിനൊരു പ്ലാൻ ഉണ്ടാക്കണമെന്നുമായിരുന്നു വിമർശനങ്ങളൊന്നും പ്രതികരിക്കാൻ ബി.ജെ.പിക്ക് മുന്നിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അഖിലേഷിന്റെ വിമർശനം കൂടിയായപ്പോൾ മഹാകുംഭമേളയിലെ ആസൂത്രണ പിഴവ് ബി.ജെ.പിക്ക് മുന്നിൽ വലിയ രാഷ്ട്രീയ ചോദ്യമായിട്ട് മാറുകയാണ്.